കുറേ വർക്ക്ഷോപ്പ് കിടക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ഈ പറഞ്ഞ പോപ്പപ്പ് ചെയ്ത് വരുന്നത് ഇങ്ങനെ കാണാറുണ്ട്, ആക്ടിങ് വർക്ക്ഷോപ്സ് എന്ന് പറഞ്ഞിട്ട്. എല്ലാ കാര്യങ്ങളിലുള്ളതുപോലെ നല്ലതും നല്ലതല്ലാത്തതും ഒക്കെ ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ് ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ എല്ലാ സ്ഥലങ്ങളും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എവിടെ നിന്നും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാവും. അത് മനസ്സിലാക്കി വെക്കുക എന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷേ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്കെപ്പോഴും പറയാൻ തോന്നിയിട്ടുള്ളൊരു സംഗതി എന്ന് വെച്ചാൽ, എപ്പോഴും ആക്ടിങ് ട്രെയിനിങ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു മനുഷ്യൻ്റെ സൈക്കോളജിക്കലായിട്ടൊക്കെ സമീപിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. പല വർക്ക്ഷോപ്പുകളിലും ഞാൻ പോയപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മുൻപ് പല വർക്ക്ഷോപ്പുകളിലും പോയിട്ട്, ഉദാഹരണത്തിന് ഒരു സ്റ്റാൻസ്ലെവ്സ്കിയുടെ ഒരു ഇമോഷണൽ മെമ്മറി എന്ന് പറയുന്ന ഒരു മെത്തേഡ് ആക്ടിങ്ങിൻ്റെ ഒരു എക്സസൈസ് ഉണ്ട്. അപ്പോൾ അതിൽ എപ്പോഴും നമ്മുടെ ലൈഫിൽ മുൻപ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ളൊരു മെമ്മറി റീകോൾ ചെയ്തിട്ടൊരു സീൻ പെർഫോം ചെയ്യുന്ന സമയത്ത് അത് ആലോചിച്ച് പെർഫോം ചെയ്യുക എന്ന് പറയുന്ന ഒരു മെത്തേഡ് പറയാറുണ്ട്. അതിനെ വർക്ക്ഷോപ്പിലേക്ക് ഉപയോഗിക്കപ്പെടുന്നത് നമ്മുടെ എപ്പോഴെങ്കിലും ഉള്ളൊരു മെമ്മറി റീകോൾ ചെയ്തിട്ട് ആ മൂഡിൽ ഇരുന്നുകൊണ്ട് ഷെയർ ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ വർക്ക്ഷോപ്പിൽ അപ്ലൈ ചെയ്യാറുണ്ട്. പല വർക്ക്ഷോപ്പുകളിലും അപ്ലൈ ചെയ്യാറുണ്ട്. അവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സ്റ്റാൻസ്ലെവ്സ്കി നാടകത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത സംഭവമാണ്. സിനിമയിൽ അത് വീണ്ടും വീണ്ടും ഒരേ തരത്തിൽ ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച് അത് ഇമോട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ടെക്നിക്കലിയും പോസിബിൾ അല്ല, അതൊട്ടും ഹെൽത്തിയുമല്ല. അപ്പോൾ അത് വർക്ക്ഷോപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ അവരുടെ മറന്നു കളഞ്ഞ ട്രോമാസൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ആൾക്കാരോട് ഷെയർ ചെയ്യുകയും ആ മൊമെൻറ്റിൽ അത് ഷെയർ ചെയ്യുന്ന സമയത്തൊന്ന് റിലീഫ് ആവുകയും അതിനുശേഷം ഡാൻസ് കളിക്കുക, പാട്ട് പാടുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു കൈൻഡ് ഓഫ് ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്, ഒരു പെർഫോമൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. പക്ഷേ ഈ പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്ന ഈ ട്രോമ അവർക്ക് ഹീൽ ചെയ്യപ്പെടാണ്ട് കിടന്നിട്ട് പിന്നീട് അവരുടെ ഡെയിലി ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് പരാതികൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു റിക്വസ്റ്റാണ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക്ഷോപ്പിന് ക്ലാസ് എടുക്കുന്ന ആൾക്കാരോട്, ഇത് മനുഷ്യൻ്റെ മനസ്സ് വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ അതിനെ കൃത്യമായി പഠിച്ചിട്ട് മാത്രം മുന്നോട്ട് പോവുക. എൻ്റെ ഒരു ഗുരുസ്ഥാനിയായ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, നമ്മുടെ ഒരു വർക്ക്ഷോപ്പിൻ്റെ സമയത്ത് ഒരാളെ ഒന്ന് പോയി ചെയ്യടാന്ന് പറഞ്ഞൊരു തട്ടിയാൽ ചിലപ്പോൾ അതുപോലും അയാളുടെ ട്രോമയെ ട്രിഗർ ചെയ്യും. അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് മാത്രം ചെയ്യേണ്ട കാര്യമാണ്. അത് അത്രയും നല്ല മനസ്സോടുകൂടി ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രം ചെയ്യുക. പങ്കെടുക്കുന്നവർ അതിൻ്റെ ആ വർക്ക്ഷോപ്പ് നടത്തുന്ന ആൾക്കാരുടെയും ആ വർക്ക്ഷോപ്പിൻ്റെ ക്രെഡിബിലിറ്റി നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം അപ്രോച്ച് ചെയ്യുക. പഠിക്കാൻ വേണ്ടിയിട്ട് പോവുക വർക്ക്ഷോപ്പിന്. അവരെ പോയി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ സിനിമയിൽ അവസരം കിട്ടുമെന്ന് പറയുന്ന ഒരു കാര്യം മാത്രം നോക്കിയിട്ട് പോകരുത്. കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകേണ്ടത്. അപ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോവുക. ഓക്കെ.